അൽ നസർ എഫ്സിക്ക് പുതിയ പരിശീലകൻ എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയൻ സീരി എ ക്ലബായ AC മിലാന്റെ പരിശീലകനായിരുന്ന സ്റ്റെഫാനോ പിയോളിയെയാണ് അൽ നസർ പുതിയ പരിശീലകനായി നിയമിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ക്ലബിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. പോർച്ചുഗീസ് മാനേജറായ ലൂയിസ് കാസ്ട്രോ അൽ നസർ എഫ്സിയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ഒഴിവിലാണ് പിയോളി എത്തിയിരിക്കുന്നത്. 2023 ജൂലൈ 6-നാണ് ലൂയിസ് കാസ്ട്രോ അൽ നസറിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തിയത്. ഒരു സുപ്രധാന ട്രോഫി എന്ന അൽ നസറിന്റെ സ്വപ്നം സഫലമാക്കാൻ പോർച്ചുഗീസ് മുഖ്യ പരിശീലകന് സാധിച്ചില്ല. 2024 സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ ലൂയിസ് കാസ്ട്രോയുടെ അൽ നസറിലെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നു. 2024 സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ ഹിലാൽ എഫ്സിക്ക് മുന്നിലാണ് അൽ നസർ വീണത്. ലൂയിസ് കാസ്ട്രോയുടെ പകരക്കാരനായി എത്തിയ പരിശീലകൻ സ്റ്റെഫാനോ പിയോളി നിസാരക്കാരനല്ല. 2019 മുതൽ 2024 വരെ AC മിലാന്റെ മുഖ്യ പരിശീലകനായിരുന്നു അദ്ദേഹം. 2024 മെയ്യിൽ AC മിലാനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ഇറ്റാലിയൻ പരിശീലകൻ ടീമുകളുടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അൽ നസർ എഫ്സിക്ക് അനായാസം അദ്ദേഹത്തെ പരിശീലകനായി നിയമിക്കാൻ സാധിച്ചത്. 2021-22 സീസണിൽ ഇറ്റാലിയൻ സീരി എ ട്രോഫി AC മിലാൻ സ്വന്തമാക്കിയത് സ്റ്റെഫാനോ പിയോളിയുടെ ശിക്ഷണത്തിന് കീഴിലായിരുന്നു. സീരി എ കോച്ച് ഓഫ് ദി സീസൺ പുരസ്കാരവും അന്ന് പിയോളി സ്വന്തമാക്കിയിരുന്നു. 2024-25 സീസണിൽ അൽ നസർ എഫ്സിയെ ഒരു സുപ്രധാന ട്രോഫിയിലെങ്കിലും എത്തിക്കുക എന്നതാണ് ക്ലബിന്റെ ചുമതലയിലെത്തുന്ന സ്റ്റെഫാനോ പിയോളിയുടെ പ്രധാന ദൗത്യം. ഈ സീസണിൽ പതിഞ്ഞ തുടക്കമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന അൽ നസർ നടത്തിയിരിക്കുന്നത്. 3 മത്സരം കളിച്ചതിൽ 2 സമനിലയും 1 ജയവുമായി 5 പോയിന്റുമായി ലീഗ് ടേബിളിൽ 7-ാം സ്ഥാനത്താണ് അൽ നസർ. വെള്ളിയാഴ്ച അൽ എത്തിഫാഖിനെതിരെ നടക്കാനിരിക്കുന്ന സൗദി പ്രോ ലീഗ് മത്സരത്തിലായിരിക്കും അൽ നസറിന്റെ പരിശീലകനായി സ്റ്റെഫാനോ പിയോളി അരങ്ങേറ്റം കുറിക്കുക. സൗദി ലീഗിൽ ഇക്കുറി കളിച്ച 3 മത്സരങ്ങളിലും ജയിച്ച് മിന്നും ഫോമിലുള്ള ടീമാണ് അൽ എത്തിഫാഖ്. 2023 അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ അൽ നസറിനെ എത്തിച്ചാണ് ലൂയിസ് കാസ്ട്രോ പരിശീലക കാലാവധി ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ഒരു ട്രോഫിയും സ്വന്തമാക്കാൻ സാധിച്ചില്ല. അൽ നസർ എഫ്സി സ്പോർട്ടിംഗ് ഡയറക്ടർ ഫെർണാണ്ടോ ഹെയ്റോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഖ്യ പരിശീലകനെ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചത്. ട്രോഫി ഇല്ലാതെ ഇനിയും മുന്നോട്ട് പോവുക അസാധ്യമാണെന്ന അവസ്ഥയിലായിരുന്നു ഈ കടുത്ത തീരുമാനം. സൂപ്പർ കപ്പ് ഫൈനലിൽ കിരീടം നേടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സീറ്റ് തെറിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അൽ ഹിലാൽ എഫ്സിക്കെതിരായ ഫൈനലിൽ 44-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിൽ അൽ നസർ എഫ്സി ലീഡ് നേടിയതാണ്. എന്നാൽ സെർജക് മിലിങ്കോവിച്ച് സാവിക് 55-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ അൽ ഹിലാൽ ഒപ്പമെത്തി. തുടർന്ന് അലക്സാണ്ടർ മിട്രോവിച്ചിന്റെ ഇരട്ട ഗോളും മാൽക്കമിന്റെ ഗോളും ചേർന്നതോടെ അൽ നസർ എഫ്സിയുടെ കയ്യിൽ നിന്ന് മത്സരവും ട്രോഫിയും ചോർന്നുപോയി. തുടർന്ന് ലൂയിസ് കാസ്ട്രോയ്ക്ക് പകരമായി മറ്റൊരു പോർച്ചുഗീസ് പരിശീലകനായ സെർജിയോ കോൺസിക്കാവോയെ റിയാദിലെത്തിക്കാനുള്ള നീക്കം അൽ നസർ നടത്തിയിരുന്നു. എന്നാൽ അത് നടന്നില്ല.